ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ടീനേജ് ഗേളിന് കട്ട് ചെയ്തിരിക്കുന്ന ചുരിദാറിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു പീറ്റർ പാൻ കോളറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പീറ്റർ പാൻ കോളർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മളുടെ ഈ ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടാവേ. ടീനേജ് ഗേളിൻ്റെ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും കൂടി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2.5 ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത്. നെക്കിന് ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 2 ഇഞ്ച് കൊടുത്താൽ മതിയേ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3 ഇഞ്ച് വരെ കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. വിട്ട് ഒരു 2.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിനെ ഇതുപോലെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ബോക്സ് ആക്കി അതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് നമ്മൾ ഒരുമിച്ചിട്ടങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിൻ ക്ലോത്തിനെ ലൈനിങ് ക്ലോത്തിൻ്റെയും ആ ക്ലോസ് ആയിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടായിരിക്കണം നെക്കിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ 2.5 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ വിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 6 ഇഞ്ച് വരെ, അത് നമ്മുടെ ഈ 5 ഇഞ്ച് ആണെങ്കിൽ 5 ഇഞ്ച് എടുത്താലും മതിയേ. നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മളൊരു വി ഷേപ്പിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ചോ ഇനി നമുക്ക് 3/4 ഇഞ്ച് കൊടുക്കണേ, അങ്ങനെ അതുവരെ വേണമെങ്കിലും കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പ് വരുന്നത് പോലെ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെയും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ എല്ലാം ഒന്ന് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ മെയിൻ പോർഷൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളുടെ ഷോൾഡർ പാർട്ടിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കണേ. ഇപ്പം നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തിൻ്റെയും ഇത് ഷോൾഡറിനെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്തിൻ്റെയും ഷോൾഡറിനെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മെയിൻ ക്ലോത്തിനെ ഇതുപോലെ മടക്കി കൊടുക്കണം. നല്ല നീറ്റായിട്ട് ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പിന്നെ ഇതുപോലെ കുത്തി കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ടായിരിക്കണം ഈ ഭാഗം നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട ഒരു ഇതുപോലെ ഒരു പാർട്ട് ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയണൊക്കെ ചെയ്ത് കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണേ. എല്ലാ ഭാഗത്തിൻ്റെയും ക്ലോസ് സൈഡ് ഒരുപോലെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ക്ലോത്തുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ നെക്ക് കട്ട് ചെയ്തിരിക്കുന്ന വിട്ട് അതുവഴി നമ്മൾ ഇതുപോലെ നമ്മളുടെ ഈ ഒരു ഭാഗം വരച്ചു കൊടുക്കണേ. അത് ക്യാമറയിൽ തെളിയുന്നില്ല, അല്ലാതെ നല്ല കളറിൽ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നീട് നോക്കിയപ്പോഴാണ് തെളിയാതെ വന്നത്. അപ്പം നമ്മളവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നമ്മളുടെ കോളറിന് വേണ്ട വിട്ത്ത്, ആ വിട്ത്തിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നമുക്ക് വീതി കൂട്ടി കൊടുക്കാം, വീതി കുറച്ച് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ആദ്യമേ ഒരു 1.25 1.25 പിന്നെ 2 ഇവിടേക്ക് കറക്റ്റ് സെൻറ്റർ വരുമ്പോഴത്തേന് 2.5 ഇവിടെയൊക്കെ 2.5 ആ ഒരു കണക്കിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് വിട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തു. ബാക്കി വരുന്നിടം നമ്മളിവിടെ ഒന്ന് ഓവൽ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട്
നമ്മൾ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണേ. ഇങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആദ്യമേ വരച്ചിട്ടില്ലേ നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത്, അതേ രീതിയിൽ ആ കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതിനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നമ്മൾക്ക് 2 പീസസ് കിട്ടുവേ. നമ്മൾ 4ആയിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ മടക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ 2 പീസസ്സായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് നമ്മളൊരു ക്രോസ് കട്ടിൻ്റെ സ്ട്രിപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ നല്ല വശമാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അവിടേക്ക് നമ്മളിങ്ങനെ ക്രോസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നമുക്കൊരു കോൺട്രാസ്റ്റ് കളർ എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനെ ഒറ്റ പീസായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു 2 ഇഞ്ച് വിഡ്ത്തിലോ എടുക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മടക്കി കൊടുത്ത് ക്രോസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ. എങ്കിലേ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ, ഒരു ചുളുക്കോ ഇല്ലാതെ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ സൈഡുകളിൽ അറ്റാച്ച് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഈ സൈഡുകളിലെല്ലാം നമ്മളിങ്ങനെ നീണ്ട് നിൽപ്പില്ലേ, അതിനെയെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്ട്രിപ്പ് നല്ല നീറ്റായിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുവേ. അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ എടുത്തു. അതിനുശേഷം നമ്മൾ ഈ നല്ല വശത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് ക്ലോസ് ആയിട്ട് വരുന്ന ഭാഗം, അതായത് നമ്മുടെ ആ റൗണ്ട് ആയിട്ടുള്ള ഭാഗം അകത്തിരിക്കുന്നത് പോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വളരെ സ്ലോയിൽ ഈ കോർണറൊക്കെ അതേ ഷേപ്പ് വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വശത്തിൻ്റെ നല്ല വശത്തിലേക്കായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ എടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ പീസസിൻ്റെയും ഇതുപോലെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നല്ല വശങ്ങളെ തമ്മിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല വശം ഈ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ കറക്റ്റ് പോയിൻറ്റുകളെല്ലാം ചേർന്ന് വരുന്നിടത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ഈ ഷേപ്പ് എല്ലാം കറക്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ സൈഡുകളെ സ്റ്റിച്ച് ചെയ്ത് വളരെ സ്ലോയിലായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോണേ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് ഇതിൻ്റെ സൈഡുകളെല്ലാം നമ്മളൊന്ന് സ്മോൾ കട്ടിട്ടൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം 2 ടൈംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമേ ഇതുപോലെ തിരിച്ചെടുക്കാവുള്ളൂ. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ 2 പാർട്ടും ഇങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വെച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും അളവുകളെല്ലാം കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയും ചെയ്യാവേ. നമുക്കിപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നല്ല വശമാണ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ 2 വശവും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പിൻ കുത്തി കൊടുത്ത് നല്ല വൃത്തിക്കാക്കി അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡിലെല്ലാം പിൻ കുത്തി നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്തിടത്തേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശങ്ങളെ തമ്മിൽ ഈ ഷോൾഡർ പോയിൻറ്റുകളെ തമ്മിൽ ഒരുപോലെ വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഈ കോർണറ് സൈഡുകളെല്ലാം ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ടിട്ട് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ നമ്മളുടെ മെയിൻ ക്ലോത്തിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ്. അത് ആ നെക്കിൻ്റെ ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ തിരിച്ച് അകത്തേക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ തിരിച്ച് ഇതുവഴി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോളറിൻ്റെ ഭാഗമെല്ലാം നല്ല വശത്തിലേക്ക് വരുന്നത് പോലെ നമുക്ക് കിട്ടും. നമ്മളൊന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ അയണൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഈ അകത്തുകൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് ഇരുന്നോളുവേ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോളർ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുമേ.